നിരോധനത്തിലൂടെ ഇവർ വീണു എന്ന് കരുതിയിടത്താണ് കേന്ദ്ര സർക്കാരിനെ പിഴച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. പറഞ്ഞു വരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ്, PFIയെ കുറിച്ചാണ്. 2022 സെപ്റ്റംബറിൽ ഈ സംഘടന കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ്. നിരോധനത്തിന് ശേഷം വീണ്ടും ഇവർ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. 950 പേരാണ് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ജില്ലാ ജഡ്ജിയും ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇന്നലെ പുറത്തു വന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും ഈ ആദ്യത്തെ രണ്ടാമത്തെ തട്ടിലുള്ള നേതാക്കളെ മാത്രമേ ജയിലിലാക്കിയിട്ടുള്ളൂ, അവരെ മാത്രമേ പിടിക്കപ്പെട്ടുള്ളൂ. അതിന് താഴോട്ടുള്ള അണികൾ മുഴുവൻ ഇവിടെ മറ്റു പാർട്ടികളിൽ കയറിപ്പറ്റിയും അവർ രഹസ്യമായ യോഗങ്ങൾ ചേർന്നും സ്ലീപ്പർ സെല്ലുകളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടും അവർ ഇവിടെ തഴച്ചു വളരുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് അരിയും മലരും കുന്തിരിക്കവും കാത്തുവച്ചോ, നിന്റെയൊക്കെ കാലന്മാർ ഇതാ എത്തിക്കഴിഞ്ഞു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യക്കെതിരെയും മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ഭീകര സംഘടനയാണ് PFI. ആ സംഘടനയാണ്, അതായത് സമൂഹത്തിന് ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. പക്ഷേ ആ നിരോധനം കൃത്യമായി ഏറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. 2047 ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനുള്ള കിണഞ്ഞു പരിശ്രമത്തിലാണ് PFI എന്നറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അതായത് ഇവരെ ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവരെയൊക്കെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരെയൊക്കെ തീർക്കുന്ന നിലപാട് സ്വീകരിക്കുക. ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ മകുടം കൊണ്ടിടി തലക്കടിച്ച് കൊലപ്പെടുത്തിയ പോലെ നികൃഷ്ടമായ കൊലപാതക രീതികളാണ് PFI പിന്തുടർന്നു പോകുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കിയെന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യ 2047 എന്ന അജണ്ടയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ശ്രമങ്ങളെന്നാണ് NIA പറയുന്നത്. ശ്രീനിവാസന്റെ കൊലപാതകം ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു. ഈ ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളും ശബ്ദ സന്ദേശങ്ങളും തങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് 2002 പോപ്പുലർ ഫ്രണ്ടിനെതിരെ NIA കേസ് രജിസ്റ്റർ ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടിനെ അതോടുകൂടി നിരോധിക്കുകയും ചെയ്തു. പിന്നീട് പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസന്റെ കൊലപാതക കേസും ഇതിനോടൊപ്പം ചേർക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണി എന്ന് കരുതുന്നവരെ എങ്ങനെയാണ് വകവരുത്തുവാനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കോടതിയിൽ NIA വിശദീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ഇവർ ശേഖരിച്ച ലിസ്റ്റിൽ ഉണ്ടാകും. ഈ വിവരങ്ങൾ ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ച് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറും. ഈ വിവരങ്ങളെല്ലാം ഇടയ്ക്കിടെ പുതുക്കും. പിന്നീട് ഇവരുടെ സർവീസ് വിങ്ങും ഹിറ്റ് ടീമും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതായത് ആരെയാണോ കൊല്ലേണ്ടത്, ഇവർക്ക് PFIക്ക് ഭീഷണിയായി നിൽക്കുന്ന ആരാണോ അവരെ തീർക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു വിവരം തയ്യാറാക്കും. അതിൽ അവരുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം ഉണ്ടാകും. അത് ജില്ല കേന്ദ്രീകരിച്ച് അതിനെ വീണ്ടും ആ രേഖകൾ വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കും. അതിനുശേഷം എപ്പോഴാണോ കൊല്ലാൻ പദ്ധതി ഇട്ടിരിക്കുന്ന ആ സമയം വരെ ഇവരുടെ വിവരങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. പിന്നീട് ഇത് ഉന്നതമായ നേതാക്കളിലേക്ക് അയച്ചു കൊടുക്കും. അതിനുശേഷം ഇവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും. അണികളെ പരിശീലിപ്പിക്കുന്നതിന് ഒരു ആയുധ പരിശീലന വിഭാഗവും പോപ്പുലർ ഫ്രണ്ടിലുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് ആയുധ പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതായും NIA പറയുന്നു. NIAയുടെ ആരോപണങ്ങളെല്ലാം പ്രതികൾ നിഷേധിച്ചിട്ടുണ്ട്. ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതെന്നാണ് പ്രതികളുടെ വാദം. കുറ്റം തെളിയിക്കുന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല. 3 വർഷമായി കസ്റ്റഡിയിലാണ്. അന്വേഷണം പൂർത്തിയായി വിചാരണ തുടങ്ങാൻ സമയമെടുക്കുന്നത് കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു പ്രതികൾ കോടതിയിൽ പറഞ്ഞത്. ഇതിനെതിരെയാണ് കൃത്യമായ റിപ്പോർട്ടും വിവരങ്ങളും NIA കോടതിക്ക് കൈമാറിയത്.
കോടതി ഇവരുടെ ജാമ്യാപേക്ഷ പൂർണ്ണമായും തള്ളി. മാത്രമല്ല ഹർജിക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമാണെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. മറ്റു മുസ്ലിം സംഘടനകളെ ഒതുക്കി സമുദായത്തിന്റെ ഏക നേതൃത്വമായി മാറാനും SDPIയിലൂടെ രാഷ്ട്രീയ അധികാരം നേടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും PFI പദ്ധതിയിട്ടിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നുണ്ട്. മുൻ ജഡ്ജി ഉൾപ്പെടെ 1000-ഓളം പേരെ കേരളത്തിൽ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് കൊച്ചിയിലെ NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീനിവാസൻ വധക്കേസിലെ 51-ാം പ്രതി സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടികയിൽ മറ്റു മതങ്ങളിലെ 240 പേരുണ്ട്. 15-ാം പ്രതി അബ്ദുൽ വഹാബിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 5 പേരുടെ വിശദ വിവരങ്ങൾ ലഭിച്ചു. 17-ാം പ്രതി മുഹമ്മദ് സാദിഖിൽ നിന്ന് ലഭിച്ച ഒരു രേഖയിൽ 197-ഉം മറ്റൊന്നിൽ 35 പേരുണ്ട്. 69-ാം പ്രതി അയൂബ് ടിഎയിൽ നിന്ന് 500 പേരുടെ പട്ടികയാണ് ലഭിച്ചത്. മുസ്ലിം സമുദായ പ്രശ്നങ്ങളിൽ കായികമായി ഇടപെടാനും ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും പ്രതികൾ ഒരുങ്ങിയിരുന്നു. നീതിപീഠം, സൈന്യം, പോലീസ് എന്നിവയിലുൾപ്പെടെ വിശ്വസ്തരായ കേഡർമാരെ തിരികെ കയറ്റൽ, എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ സായുധ കലാപം എന്നിവയും ലക്ഷ്യമിട്ടിരുന്നു. ശിക്ഷിക്കാൻ റാദുൽ ഖ്വാസ കോടതി, അതായത് റിപ്പോർട്ടേഴ്സ് വിങ്, ഫിസിക്കൽ ആൻഡ് ട്രെയിനിങ് വിങ്, സർവീസിംഗ് വിങ്, ഹിറ്റ് ടീം എന്നിവ രൂപീകരിച്ചിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗമായ റിപ്പോർട്ടേഴ്സ് വിങ്ങാണ് വ്യക്തികൾ, ഹിന്ദു നേതാക്കൾ, സാമുദായിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ദിവസവും നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്ന വിവരം ഉപയോഗിച്ചാണ് കൊല്ലേണ്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നിശ്ചയിക്കുന്നത്. ആക്രമിക്കുന്ന ദൗത്യമാണ് സർവീസ് വിങ്ങിന്. ഹിറ്റ് ടീം നിർവഹിക്കുക ദാറുൽ ഖ്വാസ എന്ന കോടതിയാണ് ശിക്ഷ നിയമിച്ചിരിക്കുന്നത്. IS ഭീകരത അനുകരിക്കാൻ ഭീകരാക്രമങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ച് പരിശീലനം നൽകും. ശ്രീനിവാസൻ വധം തെളിവ് പോപ്പുലർ ഫ്രണ്ട് ഭീകരതയുടെ തെളിവാണെന്ന് NIA പറയുന്നു. പ്രതികൾക്ക് ശ്രീനിവാസനുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ല. പലരും അറിയുക പോലും ഇല്ലാത്തവരാണ്. സംഘടനാ നേതൃത്വം തീരുമാനിച്ച കൊലപാതകം നടപ്പാക്കുകയാണ് പ്രതികൾ ചെയ്യുന്നത് എന്നാണ് NIA പറയുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഇവർക്കെതിരെ ആരൊക്കെ നിൽക്കുന്നുവോ അവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് വകവരുത്തുക, അതിനുശേഷം SDPIയിലൂടെ ഭരണം പിടിക്കുക, പിന്നീട് ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക, ഇവരുടെ ശരീഅത്ത് നിയമം ഇവിടെ നടപ്പിലാക്കുക. ഇതാണ്, അതായത് മതേതരത്വം എന്ന വാക്കിൽ നിന്ന് മാറി ഇവരുടെ മതത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക എന്നുള്ള രീതിയിലേക്ക്. അതിന് ആയുധ പരിശീലനവും മറ്റ് കായിക പരിശീലനവും ഇവർക്ക് നൽകിയിരുന്നു. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അടക്കമുള്ള പരിശീലനം നൽകിയിരുന്നു. മാത്രമല്ല നമ്മുടെ പോലീസ്, സൈന്യം തുടങ്ങിയവയിൽ ഇവർക്ക് വേണ്ടുന്ന, ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായും ഇവർക്ക് ചോർത്തി നൽകുക എന്നുള്ള, അതായത് പാകിസ്ഥാൻ എങ്ങനെയാണോ ഭീകര താവളങ്ങളെ വളർത്തിയിരുന്നത്, ഭീകരരെ അന്നം മൂട്ടി വളർത്തിയിരുന്നത്, ഭീകര താവളങ്ങളിൽ എങ്ങനെയാണോ പാകിസ്ഥാന്റെ ഒരു ഇടപെടൽ, അതേ രീതിയിൽ തന്നെയാണ് PFIയും. അതായത് തീവ്രവാദം നടത്തുന്ന ഈ വീഡിയോസ് കാണിച്ച് പരിശീലനം നടത്തുക, അതിനുശേഷം ഈ നേരത്തെ ഈ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസവും നമ്മളത് ചർച്ച ചെയ്തതാണ്. നായ്ക്കളെ കഴുത്തുകൊണ്ട് വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് നായ്ക്കളുടെ തലയിൽ ഇങ്ങനെ കട്ടിയുള്ള ഒരു കല്ലോ ഈ ചുറ്റികയോ വെച്ച് അടിച്ച് കൊലപ്പെടുത്തിയ ഒരു രീതിയൊക്കെ കണ്ടതായി ഈ അഫാൻ കൊലപാതകത്തിന് ശേഷം പുറത്തു വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ കൃത്യമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവർ ഈ നിരോധിച്ചെങ്കിൽ പോലും ഇവരുടെ മുൻനിര നേതാക്കൾ മാത്രമാണ് ജയിലിലായത്. മുൻനിര താഴെക്കിടയിലുള്ള നേതാക്കൾ ഇവിടെ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. അവർക്ക് വേണ്ട ഫണ്ടുകളൊക്കെ വിദേശത്ത് നിന്ന് വന്നിരുന്നു. 950 പേരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇവരുടെ രഹസ്യമായ വിവരങ്ങൾ ചോർത്തി കൃത്യമായി തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇവർ എത്രത്തോളം ഇവർക്ക് സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതും ഇതൊക്കെ അറിയേണ്ടതുമുണ്ട്. കാരണം ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ PFI. SDPIയിലൂടെ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നവരാണ് PFI. അതുകൊണ്ട് തന്നെ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ വർഗീയമായി മാറ്റിയെടുക്കാൻ, വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.